അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ 2 പേരുടെ ചാറ്റ് ഞങ്ങൾ കണ്ടിരുന്നു. അവരോട് ഇങ്ങനെ ഫോണും ഇതൊക്കെ വാങ്ങി വെച്ചു, ഇനി വയ്യ, ഇനി ആരും കൂടെ നിന്നിട്ടുമില്ല, ഇത് രണ്ടും എടുത്തു വെച്ചു, ഇനി ഇമോഷണലി വളരെ വീക്കാണെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. 20-21 മിനിറ്റ്സ് മുന്നേ ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. അതിൽ ഈ അബ്ദുള്ളാക്കും നസറിനും അവർ 2 മക്കൾ ആയിഷാക്കും സൈനബിനും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനി പോലീസ് അവിടെ കാര്യക്ഷമമാണോ എങ്കിലത് കണ്ടെത്തും. ഇത് ആരോ അവരെ അപായപ്പെടുത്താൻ വേണ്ടി അതാണ് ഇവരുടെ ഇന്റേണൽ ഓർഗൻസൊക്കെ ഈ കളറുകൾ മാറാൻ കാരണം. അത് നമ്മൾ പ്രാർത്ഥിക്കതിൻ്റെ ഏതാ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ പറഞ്ഞിരുന്നു. ഒരു ഉപ്പയും ഉമ്മയും അവരുടെ 2 പെൺമക്കളും അതിദാരുണമായിട്ട് തണ്ണിമത്തൻ കഴിച്ച് മരണപ്പെട്ടൊരു സംഭവം. അപ്പോൾ അത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ആ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് പുറത്തുവിടുന്നത്. ഇവരെ മനഃപൂർവ്വം ആരോ ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടി ആ തണ്ണിമത്തലിന് ജീവൻ നഷ്ടപ്പെടുന്ന എന്തോ ചേർത്ത് വെച്ചിട്ട് ആ 4 പേരെയും അതിക്രൂരമായിട്ട് ഇല്ലാതാക്കിയതാണ്. മനഃപൂർവ്വം ഒരു ചെയ്തതല്ല. പോലീസ് ആദ്യം സംശയിച്ചിരുന്നത് ഇവരെങ്ങാണ്ട് ആ തണ്ണിമത്തലിനോ മറ്റോ എന്തോ വെച്ചിട്ട് സ്വയം കഴിച്ചിട്ട്, കാരണം ഇവരെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഹൃദയം, തലച്ചോറെല്ലാം പച്ച നിറത്തിലായിരുന്നു. അങ്ങനെ ഇതെന്തായാലും തണ്ണിമത്തലല്ല എന്നുള്ളത് നേരത്തെ തന്നെ ഡോക്ടർമാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം തണ്ണിമത്തൻ കഴിച്ചിട്ടല്ല സംഭവിച്ചതല്ലേ. പിന്നെ ഇതിൻ്റെ പോലീസിന് അറിയേണ്ടിയിരുന്നത് ഇവർ സ്വയം കഴിച്ചതാണോ അതോ മറ്റാരെങ്കിലും കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം അന്ന് ആ ഒരു അപകടത്തിൽ ആ ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിഷ സൈനബ് എന്നുള്ള 2 മക്കൾ, അബ്ദുള്ള, നസറിൻ, ആയിഷ, സൈനബ്, ഈ 4 പേരാണ്. കാരണം ഈ 4 പേരാണ് അന്ന് മരണപ്പെട്ടത്. ഇവരന്ന് ഒരു 9ഓളം ആളുകൾക്ക് കുടുംബത്തൊരു വിരുന്നൊക്കെ സംഘടിപ്പിച്ച് ആ വിരുന്നിന് ആളുകൾ, അടുത്ത കുടുംബക്കാരൊക്കെ വന്ന് എല്ലാവരും കൂടിയിട്ട് രാത്രി 10-11 മണിയാകുമ്പോഴാണ് പിരിഞ്ഞു പോണത്. ആ പിരിഞ്ഞു പോകുമ്പോഴൊന്നും കുഴപ്പമില്ല. പക്ഷെ അവർ ആ വീട്ടിലുള്ള ഒരു തണ്ണിമത്തൻ രാത്രി ഇവരെല്ലാ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് അത്രേ ഈ തണ്ണിമത്തൻ കഴിച്ചത്. ആ തണ്ണിമത്തൻ കഴിച്ചപ്പോഴും പ്രശ്നമില്ല. പക്ഷെ പിന്നീട് ഒരു 5:30 സുബഹിൻ്റെ നേരത്ത് ആകെ കിടന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ അബ്ദുള്ള എന്ന പേരുള്ള ഒരാൾ മരണപ്പെടും മുൻപ് അവിടുത്തെ ഡോക്ടർമാരോട് പറഞ്ഞത്, ഞങ്ങൾ വേറൊന്നും കഴിച്ചിട്ടില്ല, ഈ തണ്ണിമത്തൽ എന്തോ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ്. ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു കാര്യം, ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ്, അതാരാണെന്ന് കണ്ടെത്തണം. പല രീതിയിലുള്ള കിംവദന്തികൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവരുടെ മക്കളൊക്കെ പെൺകുട്ടികളാണ്, അപ്പോൾ ഇവരുടെ സ്വത്ത് ഇവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം നിയമം അനുസരിച്ചുകൊണ്ട് ഒരാളുടെ സ്വത്ത്, വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വത്തൊന്നും മുഴുവനായിട്ട് മാർക്ക് കിട്ടില്ല, പെൺമക്കൾക്ക് കിട്ടില്ല. അപ്പോൾ അത് കിട്ടണതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇയാളത് മക്കൾക്ക് എഴുതി വെക്കുന്നു പറഞ്ഞു. ആ ദേശത്തിന് കുടുംബക്കാർ ചെയ്താണോ? ഇങ്ങനെ പലവിധ കാരണങ്ങൾ പോലീസ് അന്വേഷിക്കുന്നതിലും പോലീസ് കണ്ടെത്തട്ടെ. നമ്മൾ ആദ്യം ഇത് ഭയന്നത് ഇവരിത് ചക്കരമത്തൽ എന്നല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായ. കാരണം ചക്കരമത്തൽ ഒരാളെ കൊല്ലുന്നതല്ല, ചില ആളുകൾക്ക് അലർജിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇവരിത് സ്വമേധയാൽ ചെയ്തതാണോ എന്ന രീതിയിലായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ പോലീസൊക്കെ ആണെങ്കിൽ, കേരള പോലീസൊക്കെ ആണെങ്കിൽ വേഗം കണ്ടുപിടിക്കും. എത്ര വൈകിട്ടാണെങ്കിലും കുറ്റവാളികൾ കണ്ടെത്തലുണ്ട്. ഇപ്പം ഇന്നാൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഒരാൾ സ്വന്തം ഭാര്യ ഖദീജയെ കൊന്നിട്ട് അയാൾ കാസർഗോഡ് ഭാഗത്ത് 24 വർഷമാണ് കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് കഴിഞ്ഞത്. ആ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് അയാൾ അവിടെ വളരെ സുന്ദരമായിട്ട് മീൻ കച്ചവടമൊക്കെ ആയിട്ട്, പക്ഷെ നമ്മുടെ പോലീസ് പിടിച്ചു. വലിയ ദൂരമൊന്നുമില്ല കോഴിക്കോടും കാസർഗോഡും തമ്മിൽ. പക്ഷേ സമർത്ഥമായിട്ട് നമ്മുടെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കാത്തത് കൊണ്ടാണ് തുടക്കത്തിൽ. പിന്നെ പഴയ കേസുകളൊക്കെ അന്വേഷിക്കാനുള്ള നിർദ്ദേശം തുടർന്നിട്ടാണ് അന്വേഷിക്കാൻ തുടങ്ങിയത്. ആ അന്വേഷണം തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, അയാൾ 24 വർഷത്തിന് ശേഷമാണ് അയാളെ പിടിച്ചത്. കഴിഞ്ഞ ആഴ്ച എങ്ങാനും അയാൾ അറസ്റ്റിലായത്. ഒരു പക്ഷേ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഈ അബ്ദുള്ളാക്കും നസറിനും അവർ 2 മക്കൾ ആയിഷാക്കും സൈനബിനും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനി പോലീസ് അവിടെ കാര്യക്ഷമമാണോ എങ്കിലത് കണ്ടെത്തും. ഇത് ആരോ അവരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൽ ശരിക്കും ചേർത്തിട്ടുള്ളത് എലികളെ കൊല്ലാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതിൽ ചേർത്തിട്ടുള്ളത്. അതാണ് ഇവരുടെ ഇന്റേണൽ ഓർഗൻസൊക്കെ ഈ കളറുകൾ മാറാൻ കാരണം. അത് നമ്മൾ പ്രാർത്ഥിക്കുക അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ, യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താനും ആ കുറ്റവാളികളെ ജനമത്തിൽ കൊണ്ടുവരാനും സാധിക്കട്ടെ എന്നുള്ളത്. എന്തായാലും നമ്മൾ ആ പാവം ആ ഒരു യുവാവ് 43 വയസ്സ്, അവർക്കുള്ളൊരു മൊബൈൽ കടക്ക നടത്തുന്ന ഒരാളാണ് ഈ നസറിൻ, ഈ അബ്ദുള്ള, ഭാര്യ നസറിൻ. നല്ലൊരു ഇസ്ലാമികപരമായി അച്ചടക്കമുള്ളൊരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിലാണ് ആ കുടുംബത്തെ മുഴുവൻ പേരും ഇല്ലാതാക്കിയ വളരെ ദുരൂഹമായ ഈ ഒരു കൊലപാതകം തന്നെ ഞാൻ പറയും. കാരണം അവർ സ്വയം കഴിച്ചതല്ല, അവർ ആ ചക്കരമത്തയിൽ ആരോ മനഃപൂർവ്വം ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ട് അത് അവരറിയാതെ എന്ത് ചെയ്തതാണ്, കഴിച്ചു പോയതാണ്. കാരണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂട്ടത്തിലൊരു കാര്യം പറയാം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. ഇന്നലെ എടവണ്ണപ്പാറയിൽ യാസിർ എന്നുള്ളൊരു 19 വയസ്സുകാരൻ മോഷ്ടിച്ചു എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് ആ പാവം ജീവനൊടുക്കി അവൻ്റെ മറ്റേ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോയി, അവൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി.
അങ്ങനെ ആ 19 വയസ്സുകാരൻ കൗമാരക്കാരൻ ജീവനെടുക്കുന്ന ഒരു സംഭവം പറഞ്ഞത്. ഇപ്പോൾ ഇതാ കടയുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കടയുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം പറയും. കാരണം ആ ഒരു വാർത്ത നമ്മൾ അത്രയും സങ്കടത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭങ്ങൾക്കിടയിൽ മാധ്യമങ്ങളിലൊന്നും അതൊരു വാർത്ത പോലും വന്നില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്. പക്ഷെ നമ്മൾ അന്ന് തന്നെ അത് പറയാൻ നമ്മുടെ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അന്ന് ആ വാർത്ത കൊടുത്തിരുന്നു. പക്ഷെ നമ്മൾ യൂട്യൂബിൽ അത് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇത് പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭങ്ങളൊക്കെ കഴിഞ്ഞ് വാർത്തകൾ മുഴുവനും മറ്റിടങ്ങളിലേക്ക് തിരിയുമ്പോഴാണ് ഇതൊരു വാർത്ത പോലും ആയത്. മരണപ്പെട്ട യാസിറിൻ്റെ സഹോദരി തന്നെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കും. കുറേ ആൾക്കാരുടെ ഇടയിലിട്ട് അടിച്ച് അവനാകെ കുറേ കൊല്ലം കൂട്ടി വാങ്ങിയ ഫോണും അവൻ്റെ ബുള്ളറ്റും അതൊക്കെ അവിടെ ബലമായിട്ട് എടുത്ത് വെച്ച് അവൻ്റെ കയ്യിലൊരു പൈസ പോലും കൊടുക്കാണ്ട് തിരിച്ച് വീട്ടിലേക്ക് അയച്ച്. അത് തന്നെയാണ് മെയിൻ റീസൺ. പ്ലസ് അവർ ഒരു റീച്ചോ എന്തോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയും അടിക്കുന്ന വീഡിയോയും കമ്പൈൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമെന്നും അതൊക്കെ അവനോട് തന്നെ പറഞ്ഞ് മൊത്തത്തിൽ കുറേ അപമാനിച്ചു. അതിൻ്റെയാണ്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ 2 പേരുടെ ചാറ്റ് ഞങ്ങൾ കണ്ടിരുന്നു. അവരോട് ഇങ്ങനെ ഫോണും ഇതൊക്കെ വാങ്ങി വെച്ചു, ഇനി വയ്യ, ഇനി ആരും കൂടെ നിന്നിട്ടുമില്ല, ഇത് രണ്ടും എടുത്തു വെച്ചു, ഇനി ഇമോഷണലി വളരെ വീക്കാണെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. 20-21 മിനിറ്റ്സ് മുന്നേ ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. അതിൽ കരഞ്ഞവൻ പറയുന്നുണ്ട് അവൻ ചെയ്തിട്ടില്ലാന്ന്, അവനങ്ങനെ ചെയ്യൂലെന്നും. അതാണ് അവൻ ലാസ്റ്റ് അയച്ച വോയിസ്. അപ്പോൾ ഇയാൾ മനഃപൂർവ്വം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കടയുടമ അടിച്ചിട്ട് അവരിതൊരു എന്തോ ഒരു ഭയങ്കര റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഇത്. ആ ഒരു കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. ആ ഏഷ്യാനിൽ വന്ന വാർത്ത ഒന്ന് കേൾക്കൂ. എടവണ്ണപ്പാറയിലെ കടയുടമയും കൊണ്ടോട്ടി വലിയ പറമ്പ് സ്വദേശിയുമാണ് വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത മുനീർ. മുറിയിൽ വെച്ച് യാസിറിനെ മർദ്ദിച്ചത് മുനീറാണെന്ന് പോലീസിന് CCTV ദൃശ്യത്തിൽ നിന്ന് വ്യക്തമായി. മൊബൈൽ ഇടപാടുമായി ബന്ധപ്പെട്ട് 8000 രൂപയോളം യാസിർ മുനീറിന് നൽകാനുണ്ടായിരുന്നു. മൊബൈൽ കടയിൽ നിന്ന് മൊബൈൽ മോഷ്ടിച്ചുവെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ ഒരാൾ കൂടെയാണ് ഇനി പിടിയിലാവാനുള്ളത്. യാസിർ സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ മനോവിഷമത്തെ തുടർന്ന് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞതായും കണ്ടെത്തി. വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ യാസിറിന്റെ കയ്യിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല, സ്വന്തം മൊബൈൽ ഫോണും ഇല്ലായിരുന്നു. ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ചരിത്രം പറയാം. ആ ചരിത്രത്തിലുള്ളതിന് ഉത്തരവാണ് നിങ്ങൾ പറയേണ്ടത്. ഒരു പാവ സ്ത്രീയും അതിൻ്റെ ഒരു ചെറിയ ഒരു കൈക്കുഞ്ഞും ഭർത്താവും കൂടി കുറേയേറെ നടന്ന് ഒരു മലകളും താഴ്വരകളൊക്കെ ഉള്ള ഒരു നാട്ടിലെത്തി. ആൾതാമസങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് പർവ്വതങ്ങളും കുന്നുകളും താഴ്വരകളൊക്കെ ഒരു നാട്ടിലെത്തിയിട്ട് ആ ഭർത്താവ് ഈ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയും കൈക്കുഞ്ഞിനെയും ആ നാട്ടിലാക്കിയിട്ട് ഭർത്താവ് തിരിച്ചു പോയത്രേ. ഭർത്താവ് തിരിച്ചു പോകുമ്പോൾ ഭാര്യയ്ക്ക് ആദ്യം സങ്കടമായി. കാരണം തങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവാണോ, പക്ഷേ അത് ദൈവത്തിൻ്റെ തീരുമാനത്തിലാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ കാര്യം നോക്കാൻ ദൈവം ഉണ്ടാകും, പടച്ചവനുണ്ടാകും എന്നൊരു വല്ലാത്തൊരു ആത്മവിശ്വാസം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പാവം ആ കൈക്കുഞ്ഞ് ദാഹത്തിന് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ എത്രയോ തവണ മുലപ്പാൽ കൊടുത്തിട്ടും പിന്നെ ഈ സ്ത്രീക്ക് പോലും മുലപ്പാലില്ലാതെ. കാരണം ആ സ്ത്രീ വെള്ളമോ മറ്റൊന്നും കഴിച്ചിരുന്നില്ല. അങ്ങനെ ആ ഒരു കുഞ്ഞ് വെള്ളത്തിന് വേണ്ടി പിടഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ ആ ഉമ്മ നാലുപാടും ചിതറിയോടി അങ്ങനെ ഒരു കുന്നിൻ്റെ മേലെ കയറി. ആ കുന്നിൻ്റെ മേലെ കയറിയിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം മറ്റൊരു കുന്നിൻ്റെ മേലെ കയറി. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഈ കുഞ്ഞിങ്ങനെ കൈകാലിട്ടടിച്ചിട്ട് ഇങ്ങനെ കരയുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ നീരുറവ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊന്തി വരുന്നു. ആ വെള്ളം കണ്ടപ്പോൾ പാവം ഉമ്മ കൈക്കുമ്പിളെടുത്തിട്ട് ആ വെള്ളം കുട്ടിക്ക് കുടിക്കുകയും ചെയ്തു. പക്ഷേ അത്ഭുതം, ആ വെള്ളം നിൽക്കുന്നില്ല. ആ വെള്ളം നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉമ്മ മതി ഞങ്ങൾക്ക് ആവോളം മതി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളമാണ് എന്താ പറയുക, ഇന്ന് പോലും ലോകാവസാനം വരെ ആ നാട്ടിൻ്റെ നീരുറവയായിട്ട് മാറിയത്. ഈ വെള്ളത്തിൻ്റെ പേരെന്താണ്? അത് പിന്നീട് ഒരു കിണറായിട്ട് മാറി. ആ ഒരു വെള്ളം ഇങ്ങനെ നീരുറവായിട്ട് വരുന്ന ഭാഗം പിന്നീട് കുഴിച്ച് ഒരു കിണറൊക്കെ ആക്കിയിട്ട് ഇന്നും ആ കിണർ ആ നാട്ടിനെ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ നാടിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ അത്ഭുതമായിട്ട്, ലോകത്തിന് അത്ഭുതമായിട്ട് ഒരു ചെറിയ കുഞ്ഞിൻ്റെ കാലിട്ടടിച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിയൊരു നീരുറവ ഇന്നും ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും അനുഗ്രഹമായിട്ട് രോഗശമനമായിട്ട് മാറിയ ഒരു വെള്ളമായിട്ട് മാറി എന്നുള്ളത് ഇന്ന് ശാസ്ത്രീയമായിട്ട് ഒരുപാട് മുന്നേറ്റമുള്ള സമയത്ത് അവിടുന്ന് ബാരൽ കണക്കിന് വെള്ളം എടുക്കുന്നത്, ശുദ്ധീകരിച്ചിട്ട് ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്നു. എത്ര കാലം അത് സൂക്ഷിച്ചു വെച്ചാലും കേടില്ലാതെ ഓരോ മുസ്ലിം ഭവനങ്ങളിലും ആ വെള്ളത്തിൻ്റെ ഒരു അല്പമെങ്കിലും ഉണ്ടാകും. അങ്ങനെ ഒരു അത്ഭുത നീരുറവ കിണറായിട്ടിത് മാറി. ആ കിണർ ഏതാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം.
ആ ചോദ്യം. ആ ഒരു കിണർ ഒരു കാലത്ത് മൂടപ്പെട്ട് ആരും അറിയാതെ കിടക്കരുതോ, പിന്നീടാണ് ഒരു ആറാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ 4ര നൂറ്റാണ്ടിലൊക്കെയാണ് ആ കിണർ പിന്നീട് പുനരുദ്ധരിക്കപ്പെട്ടത്. പക്ഷെ ഇന്ന് ആ കിണർ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ലോകത്തൊരു പക്ഷെ ഇത്രയും അധികം ചരിത്രപരമായി നിലനിൽക്കുന്ന മറ്റൊരു കിണർ ഉണ്ടാവില്ല. അപ്പം ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഈ വ്യക്തികളെയും ഈ കഥാപാത്രങ്ങളെയും ചരിത്രങ്ങളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആ കിണറ്റിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.